പഞ്ചായത്തുകൾക്ക് നൽകേണ്ട അവസാന ഗഡു ഫണ്ട് നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയത് കഴിഞ്ഞ LDF സർക്കാരാണെന്ന് മന്ത്രി AP അനിൽകുമാർ ആരോപിച്ചു. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് പഞ്ചായത്തുകൾക്ക് ഫണ്ട് വിതരണം പുനരാരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. MP രാജേഷ് UDFനെ വിമർശിക്കുന്നതിനു മുമ്പ് മുൻ സർക്കാരിന്റെ നടപടികൾ വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് മന്ത്രിയായത് സംഘടനാ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് വിഷയത്തിൽ റവന്യൂ വകുപ്പിന് നേരിട്ട് ബന്ധമില്ലെന്നും അത് മൈനോറിറ്റി വകുപ്പിന്റെ പരിധിയിലുള്ള വിഷയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ നടക്കുന്ന പല പ്രചാരണങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നടപടികൾ LDF സർക്കാരിന്റെ കാലത്താണ് നടന്നതെന്നും നിലവിലെ സർക്കാരിന് അതിന് മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ സർക്കാർ ഹർജിക്കാർക്കൊപ്പമല്ല നിന്നതെന്നും കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥകൾ മാത്രമാണ് കോടതികൾ അറിയിച്ചതെന്നും മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണത്തിൽ തന്നെ പൂർണ്ണമായി പറ്റിമറിക്കുന്നു. പഞ്ചായത്തുകൾക്ക് വേണ്ട ഫണ്ട് പോലും കൊടുക്കുന്നില്ല. സർക്കാർ എല്ലാ വിധത്തിലും പ്രതിരോധത്തിലാക്കാണ്, പ്രാദേശിക വികസനം ഇല്ലാതാക്കുന്നു എന്ന വിമർശനം ഉന്നയിക്കുന്നു. ആരാ പറഞ്ഞത്? മുൻ മന്ത്രി രാജേഷ് അല്ലേ? MP രാജേഷ് 100% അങ്ങനെ പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശമുള്ള ആളാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അവസാന ഗഡു കൊടുക്കേണ്ടത് LDF ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ്. ആ ഗഡു കൊടുക്കാത്ത മന്ത്രിയാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അർഹത ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പഞ്ചായത്ത് ഫണ്ടുകൾ ഇതുപോലെ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 3ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട 3ാമത്തെ ഗഡു കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. എന്നിട്ടാണ് ഇപ്പോൾ ശ്രീ രാജേഷ് UDFനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അതിനൊക്കെ ഉള്ള ഒരു അർഹതയും യോഗ്യതയൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അല്ല, ഞങ്ങൾ വന്ന് 2 മാസം പൂർത്തീകരിക്കുന്നു. 18-ന് പൂർത്തീകരിച്ച് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ മനസ്സിലാക്കുന്ന 1ാം ഘട്ടം കൊടുത്തു എന്നുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 1ാം ഘട്ടം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത 2 ഘട്ടങ്ങളായിട്ട് പിന്നെ കൊടുക്കേണ്ടത് അത് കൊടുക്കും. പരമാവധി നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ നയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതമായത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുക്കും. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല UDFൻ്റേത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന നടപടിയായിരിക്കും ഞങ്ങളുടേത്. ഈ ചാനൽ മലപ്പുറം. ലോകകപ്പ് ആവേശം ഇത്തവണ ബിഗ് സ്ക്രീനിലായാലോ? അതെ, റെഡി കാശ് ആവശ്യമില്ലാത്തതിന് 20% മാത്രം ആദ്യം നിലയ്ക്കൊണ്ട് ഇഷ്ടമുള്ള TV ഇനി പർച്ചേസ് ചെയ്യാം. ഈ ഫുട്ബോൾ പൂരം അതിന്റെ ആവേശം ഒട്ടും ചോരാത്തിന് ഹൈ ക്വാളിറ്റിയിൽ കാണാൻ ഇതാ 4K TVകൾ. അപ്പൊ ഇനി അതിന്റെ ബാക്കി തുകയോർത്ത് ടെൻഷൻ അടിക്കേണ്ട. ബേയ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നു പലിശരഹിത മാസത്തവണയും. അപ്പോൾ നിങ്ങളുടെ TV അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കൂ ബേയ്മെന്റിലേക്ക്. Making it easy. Valancheri. Phone 9526 001 003.